ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണക്കാലമല്ലേ, അപ്പം നമുക്ക് അടിപൊളി സദ്യ ഉണ്ടാക്കണ്ടേ? അപ്പം നേരത്തെ ചെയ്തു വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇഞ്ചിക്കറി, അച്ചാർ, ചിപ്സും ഒക്കെ നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാമല്ലോ. ഓണത്തിൻ്റെ ഒന്ന് എല്ലാം കൂടെ ഉണ്ടാക്കാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ. അപ്പം ഞാൻ കടയിൽ നിന്ന് ഇഞ്ചി വാങ്ങിക്കൊണ്ട് വന്നു. നോക്കുമ്പോൾ നിറയെ വെള്ളമാണ് അതിലെ. അപ്പോൾ അത് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് പച്ചമുളകും കൂടെ കൂടി ഞാൻ എയർ ഫ്രയറിൽ വെച്ചു ഒരു 2 മിനിറ്റ്. അങ്ങനെ കുറേ സൂത്രവിദ്യകളൊക്കെ ഉണ്ട് പാചകത്തിൽ കേട്ടോ. നമുക്ക് സമയ ലാഭം, പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ലാഭം ഉണ്ടാക്കാനൊക്കെ ഉള്ള അടിപൊളി സൂത്രവിദ്യകളൊക്കെ ഉണ്ടല്ലോ. അത് അമ്മമാർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ഞാൻ അതിന് ശേഷം അത് വാങ്ങി എടുത്തു. എണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ വീണ്ടും അത് എണ്ണയിലിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കറിവേപ്പില ആഡ് ചെയ്തു. അപ്പം നല്ല ഒരുവിധം ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. കിരികിരുന്ന് കേൾക്കുന്നേ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടങ്ങ് മൊരിഞ്ഞ് വരട്ടെ. ഏകദേശം മൊരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം ഇത് വാങ്ങിയിട്ട് തണുക്കുമ്പോൾ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ചെറിയൊരു ഇഞ്ചിയുടെ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവണേ. അപ്പോൾ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ചീഞ്ഞട്ടിയിൽ എണ്ണ ഒഴിച്ചു. ഉലുവ, കടുക് പൊട്ടിച്ചു. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില ഇവയെല്ലാം ഇട്ടതാ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല കറുത്ത കുടംപുളി, പഴയ കുടംപുളി ആയിരിക്കണം കേട്ടോ. അത് വെള്ളത്തിൽ പിഴിഞ്ഞ് കുറച്ച് നന്നായിട്ട് വേണം കേട്ടോ കുടംപുളിയെ, വാളംപുളി. അത് നമ്മൾ ഇതിൽ പിഴിഞ്ഞ് അരിച്ച് ഒഴിച്ചതാണ് കേട്ടോ. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുവിധം നന്നായിട്ട് തിളച്ച് അതിങ്ങനെ കുറേ വറ്റി വരുമ്പം ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ. ഉപ്പ്, എരിവ്, പുളി, മധുരം എല്ലാം ഈക്വലായിട്ട് വരണം. എന്നാലാണ് ആ ഇഞ്ചിക്കറിയുടെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിന് പുളിയിഞ്ചി എന്നാണ് പറയുക. ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചിക്കറി എന്നാണ് പറയുക. അപ്പോൾ ഇഞ്ചി ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കൂടുതലിടും. അതുകൊണ്ടാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. എനിക്കൊക്കെ ആ ഇഞ്ചിയുടെ ടേസ്റ്റ് കൂടുതൽ വരുന്നതിനോടാണ് കേട്ടോ ഇഷ്ടം കൂടുതൽ. അപ്പോൾ അതാ ഇഞ്ചിയൊക്കെ ഇട്ടു. നന്നായിട്ട് ഇനി അത് ഇളക്കണം കേട്ടോ. ഇളക്കി കുറേ നേരം കിടന്ന് തിളയ്ക്കണം. ആ പുളിയുടെ വെള്ളം മൊത്തം അങ്ങ് വറ്റണം. നല്ല കടുംപായസത്തിൻ്റെയൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പരുവം വരെ ആവുന്നവരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളത് ശർക്കരയാണ് കേട്ടോ. ശർക്കര ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം വെള്ളം വറ്റി വരുമ്പോൾ ശർക്കര ഇട്ടു. അതും ഒന്ന് ഇളക്കി ഒരു പരുവാവണം. ഏകദേശം നമുക്ക് എന്താ ഫീല് വരുന്നേ, അരവണ പായസത്തിൻ്റെയൊക്കെ ഒരു ഫീല് വരുന്നില്ലേ? നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇഞ്ചിക്കറി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളമൂറും. എല്ലാവർക്കും ഇഞ്ചിക്കറി ഇഷ്ടമല്ലേ? ഇഞ്ചിക്കറി ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത് അല്ലേ? ഇതാ കണ്ടോ, വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. വെള്ളമൊക്കെ ഇരുന്നാൽ അത് 2 ദിവസം കഴിയുമ്പോഴത്തേനും അതിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ ചീത്തയാവും. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി പോലെ വരണം കേട്ടോ. ഓക്കെ, ഏകദേശം പാകമായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറി എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ ഓണത്തിന്. നിങ്ങൾ വീട്ടിൽ തന്നെയല്ലേ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്? റെഡിമെയ്ഡ് സദ്യ ഒന്നും ആരും വാങ്ങരുത് കേട്ടോ. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. എന്നാലല്ലേ നമുക്ക് ആ ഓണത്തിൻ്റെ യഥാർത്ഥ ഫീലൊക്കെ കിട്ടത്തുള്ളൂ. എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് എല്ലാ സംഭവവും ഒരുക്കി പെറുക്കി എടുത്ത് സദ്യയാക്കി വീട്ടിൽ വരുന്ന നമ്മുടെ കുട്ടികളും പാരൻസും എല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കുന്ന ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ഫീലുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും അത്രയൊരു ഫീല് കിട്ടത്തില്ല ഓണത്തിൻ്റെ. പണ്ടത്തെ ഞങ്ങളുടെ ഓണമൊക്കെ എത്ര രസമായിരുന്നു എന്നറിയോ? കുടുംബക്കാരെല്ലാം ഒത്തുകൂടിയിട്ട് സദ്യ ഉണ്ണുന്നതൊക്കെ ഇന്നും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയുടെയൊക്കെ ഓണസദ്യ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. ഏകദേശം അത്രയൊന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ ആവുന്നില്ലെങ്കിലും ഏകദേശമൊക്കെ ഒത്തു വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാരുടെ കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ തോന്നും. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല അരവണ പായസം പോലെ തോന്നുന്നില്ലേ എല്ലാവർക്കും? കണ്ടോ, നല്ല കട്ടിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഓണത്തിന് എൻ്റെ ആദ്യത്തെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. വൗ, സൂപ്പറാണ് കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഇട്ടു. ഇതിലെല്ലാം മെഷർമെൻറ്റും ഒപ്പം ആയിരിക്കണം കേട്ടോ. ഉപ്പ് അധികം മുമ്പിൽ നിൽക്കരുത്, മധുരം മുമ്പിൽ നിൽക്കരുത്, അല്ലെങ്കിൽ പുളി മുമ്പിൽ നിൽക്കരുത്, എല്ലാം കൂടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.